നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സീക്വൻസ് എന്താണ്, സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണ്, അതായത് എപ്പോഴാണ് ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺവേർജ് ചെയ്യുമോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ സെക്ഷനിൽ ഇനി സബ് സീക്വൻസ് എന്താണ്, അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനേഷൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് സബ് സീക്വൻസിൻ്റെ let x equal to sequence xn be a sequence of real numbers and let n1 less than n2 less than etc nk less than etc be strictly increasing sequence of natural numbers. Then the sequence x dash equal to sequence xnk given by sequence xn1 xn2 xn3 etc xnk etc is a subsequence of x. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് സീക്വൻസിലെ എലമെൻറ്റ്സ് ആണ് x1 x2 x3 എക്സിട്ര xn എക്സിട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ സീക്വൻസിൻ്റെ സബ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ ഒരു സീക്വൻസ് എടുത്ത് എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ നമ്മളൊരു സപ്പോസ് x3 x4 x7 എക്സിട്ര എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിൻ്റെ സബ് സീക്വൻസ് ആണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ സബ് സീക്വൻസ് ആയിട്ട് എടുത്ത് എഴുതുന്ന എലമെൻറ്റ്സിന് ഇത് ഫസ്റ്റത്തെ എലമെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ xn1 എന്ന് കൊടുത്തു, പിന്നെ അടുത്തത് xn2 എന്ന് കൊടുത്തു, അടുത്തത് xn3 എന്ന് കൊടുത്തു. അപ്പോൾ ഇതാണ് ഈ സബ് സീക്വൻസ്, ഈ സീക്വൻസിൻ്റെ സബ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് 2 4 6 എക്സിട്ര 2n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് നോക്കാം. ഈ സീക്വൻസ് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ലേ? അത് ആരുടെ സബ് സീക്വൻസാ? നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ് സീക്വൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈവൻ നമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസും നമുക്ക് സബ് സീക്വൻസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. സീക്വൻസ് an 1 1/2 1/3 1/4 എക്സെട്ര. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സീക്വൻസ് ഏതാണേ 1 1/3 1/5 1/7 എക്സെട്ര. ഇനി സി എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് 1/2 1/4 1/6 എക്സെട്ര. ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് 1/4 1/2 1/6 1/8 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സീക്വൻസ്. ഇനി ഈ സീക്വൻസുകളൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. an എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ മെയിൻ സീക്വൻസ്. ആ സീക്വൻസിൻ്റെ സബ് സീക്വൻസ് അല്ലേ ബി എന്നും സി എന്നും നോക്കിക്കേ. 1 1/2 1/3 1/4 എന്ന് പറഞ്ഞ രീതിക്കാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് പോണത്. അപ്പോൾ അതിൻ്റെ ആ ഓർഡറിൽ തന്നെയാണ് വേറൊരു സബ് സീക്വൻസ് ബി എൻ. അത് സെയിം ഓർഡറിൽ തന്നെ വരുന്ന വേറൊരു സബ് സീക്വൻസ് ആണ് സി എൻ. ഇനി ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നോക്കിയേ. ഇവിടെ സീക്വൻസ് നമുക്ക് 1/4 1/2 1/6 1/8 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇവിടെ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഓർഡർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സബ് സീക്വൻസ് അല്ല. നമുക്ക് ഓർഡറിന് പ്രാധാന്യമുണ്ട്. സബ് സീക്വൻസ് എഴുതുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എലമെൻറ്റ്സ് എടുക്കുകയല്ല ചെയ്യണേ. നമ്മൾ ഒറിജിനൽ സീക്വൻസ് ഏതാണോ അതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് ഒരു സബ് സീക്വൻസ് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ എം ടെയിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സബ് സീക്വൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. പക്ഷേ എല്ലാ സബ് സീക്വൻസും എന്താണെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സീക്വൻസിൻ്റെ ടെയിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസിൻ്റെ എം ടെയിൽ സബ് സീക്വൻസ് ആണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്കൊരു തിയറം നോക്കാം. If a sequence x equal to sequence xn of real numbers converges to a real number x, then any subsequence x dash sequence xnk of x converges to x.
എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സ് എന്ന റിയൽ നമ്പറിലോട്ട് കൺവേർജ് ചെയ്യുമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന സീക്വൻസിൻ്റെ സബ് സീക്വൻസ് എക്സ് ഡാഷ് എക്സിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ തിയറം പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. നമുക്ക് എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് എക്സ് കൺവേർജസ് ടു എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ കറസ്പോണ്ടിങ് to epsilon greater than 0, there exists a natural number k such that modulus of xn minus x less than epsilon for all n greater than or equal to k. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ എലമെൻസും ഈ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ആ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഡെഫിനിഷൻ പറയുന്നത്. അതായത് ഇതാണ് നമ്മളുടെ x1, x2, x3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ്. അതായത് SK മുതലുള്ള എല്ലാ നമ്പേഴ്സും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഈ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സബ് സീക്വൻസ് ഈ സെയിം നമ്പറിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഇനി ഈ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് നമ്മൾ മാത്രം പിക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇവിടത്തേക്കും എക്സ് കെ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും ആ സീക്വൻസിലെ എലമെൻറ്റ്സും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ സബ് സീക്വൻസ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യണേ? xn1, xn2, എക്സിട്ര xnk എന്ന് പറഞ്ഞിട്ടുള്ള സബ് സീക്വൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന കേത്ത് സ്റ്റേജ് മുതലുള്ളത് അങ്ങോട്ടുള്ള എല്ലാ എലമെൻറ്റ്സും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ xnk എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ xk എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്താൽ മതി. അതായത് കേത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ പറയണേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ nk എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് കൊടുക്കാം. ഓക്കെ, k എന്ന് പറയുന്നത് k എന്ന് കൊടുക്കാം. ദെൻ അപ്പോൾ നമുക്ക് ഈ ഡെഫിനേഷൻ എങ്ങനെയാണ് അപ്പോൾ മാറ്റി എഴുതാൻ പറ്റുക? കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists k belongs to n such that modulus of xnk minus x less than epsilon for all n greater than or equal to k. അതായത് ലിമിറ്റ് സീക്വൻസ് xnk is equal to x. xnk എന്ന് പറഞ്ഞിട്ടുള്ള സബ് സീക്വൻസ് ഏതിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്? എക്സിലോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത്. അതായത് ഒരു സീക്വൻസ് ഏത് നമ്പറിലോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് ആ സീക്വൻസിൻ്റെ സബ് സീക്വൻസും സെയിം നമ്പറിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക. അതാണ് നമ്മളുടെ ഈ തിയറം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ബി റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യാം. അത് നമുക്ക് ആ സീക്വൻസിൻ്റെ കൺവേർജൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വേർ ബി ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കൺവേർജൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് xn+1 കാൽക്കുലേറ്റ് ചെയ്യുക. xn+1 എന്ന് പറയുമ്പോൾ b റേസ് ടു n+1 ആണ് അല്ലേ. b എന്ന് പറയുന്നത് 0നും 1നും ഇടയിലുള്ള നമ്പേഴ്സാണ്. അതുകൊണ്ട് b റേസ് ടു n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ b റേസ് ടു n ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? xn ആണ്. അതായത് xn+1 ഇസ് ലെസ് ദാൻ xn. അതായത് സീക്വൻസ് xn എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഡെഫിനറ്റ്ലി സീക്വൻസ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 0നും 1നും ഇടയിലാണല്ലോ. അപ്പോൾ ഈ സീക്വൻസിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0നും 1നും ഇടയിലാണ്.
സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഈ സീക്വൻസ് എന്താണ്? കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് ഇപ്പോൾ എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സപ്പോസ് ചെയ്യുന്നു കേട്ടോ. ലിമിറ്റ് സീക്വൻസ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞ സീക്വൻസ് ആരാ? ബി റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് കൺസിഡർ ചെയ്യാണ്. എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് x2n കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇപ്പോൾ തന്നെ പറഞ്ഞ തിയറി അനുസരിച്ചിട്ട് ഇതിൻ്റെ സബ് സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ് അല്ലേ? ഇത് ലിമിറ്റ് സീക്വൻസ് x2n ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ x2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ബി റേസ് ടു 2n ആണ്. അതായത് ബി റേസ് ടു n ഹോൾ സ്ക്വയർ വരും. ബി റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xn അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? xn സ്ക്വയർ. x2n എന്ന് പറയുന്നത് xn സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇവിടെ എന്താ ഉള്ളത്? എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് സീക്വൻസ് ടു xn ആണ്. നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആരാ? ലിമിറ്റ് സീക്വൻസ് x2n വിച്ച് ഈസ് ഈക്വൽ ടു x2n എന്ന് പറയുന്നത് xn സ്ക്വയർ അല്ല. അപ്പോൾ ലിമിറ്റ് xn എന്നുള്ളത് വരും. അതായത് ലിമിറ്റ് സീക്വൻസ് xn ഇൻറ്റു ലിമിറ്റ് സീക്വൻസ് xn ആണല്ലോ. അതായത് നമുക്ക് എന്ത് വരും? ലിമിറ്റ് സീക്വൻസ് ലിമിറ്റ് x2n എന്ന് പറയുന്നത് നമുക്ക് എക്സ് സ്ക്വയർ ആയിട്ട് വരും. അതായത് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നല്ല വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 വരും. അതായത് എക്സിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. അങ്ങനെ നമുക്ക് കിട്ടും. ഈ xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമുക്ക് ഡിക്രീസിങ് സീക്വൻസ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്, അതുപോലെ തന്നെ ബി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഡിക്രീസിങ് സീക്വൻസ് ആയ കാരണം ഇതിൻ്റെ ലിമിറ്റ് എന്ത് വരാനായിട്ടാണ് സാധ്യതയുള്ളൂ? 0 വരാനായിട്ടാണ് സാധ്യതയുള്ളൂ. അതായത് എക്സ് ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് ബി റേസ് ടു n ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് ബി റേസ് ടു n ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ മുമ്പ് 2 ടൈപ്പിൽ നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് 0 എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ബി റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് 0ലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബി റേസ് ടു എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ കൺവേർജൻസ് പ്രൂവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സീക്വൻസ് ഇവിടെ കൺസിഡർ ചെയ്യാം. ലിമിറ്റ് സി റേസ് ടു 1/n ഈക്വൽ ടു 1 for c greater than 1. ഇത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. നമ്മളിപ്പോൾ തന്നെ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ xn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമ്മൾ c റേസ് ടു 1/n ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് കേട്ടോ. സീക്വൻസ് xn ഈക്വൽ ടു c റേസ് ടു 1/n. c എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ xn പ്ലസ് 1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ xn പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c റേസ് ടു 1/n പ്ലസ് 1 എന്നാണ് പറയുക അല്ലേ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമുക്ക് 2 റേസ് ടു 1/2 എന്ന് പറയണതാണോ 2 റേസ് ടു 1/3 എന്ന് പറയണതാണോ വലുത് വരാം? 2 റേസ് ടു 1/3 എന്ന് പറയുന്നത് നമുക്ക് 1.25 സംതിങ് എന്നുള്ളതാണ് വരിക. 2 റേസ് ടു 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 അല്ലേ, അത് 1.414 സംതിങ് ആയിട്ടാണ് വരിക. അപ്പോൾ 2 റേസ് ടു 1/2 ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ xn ഈസ് ഗ്രേറ്റർ ദാൻ xn പ്ലസ് 1. xn ഈസ് ഗ്രേറ്റർ ദാൻ xn പ്ലസ് 1 ആണ്. അപ്പോൾ നമ്മളുടെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. xn എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോയാണ്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഈ സീക്വൻസ് കൺവേർജ് ചെയ്യും. ഈ സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് എന്നുള്ളത് സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ്
കൺസിഡർ ചെയ്യാണ്. എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് നമ്മൾ x2n കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സബ് സീക്വൻസിൻ്റെ ലിമിറ്റും എന്ത് തന്നെയായിരിക്കും? എക്സിലോട്ട് തന്നെയായിരിക്കും കൺവേർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോക്കാം, എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് c⁻1/n ആണ്. അപ്പോൾ x2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? c⁻1/2n എന്നുള്ളത് വരും. അതായത് നമുക്കിതിനെ c⁻1/n (1/2) എന്ന് എഴുതാം. അതായത് xn (1/2) എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇനി നമുക്ക് ഈ സീക്വൻസിൻ്റെ x2 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് x ആണെന്ന് അറിയാം അല്ലേ? അത് x = ലിമിറ്റ് സീക്വൻസ് x2n, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് xn⁻1/2 വരുന്നു. ഓക്കെ, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് സീക്വൻസ് x⁻1/2. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ലിമിറ്റ് x അല്ലേ? അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് x⁻1/2 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x² = x എന്നുള്ളത് വരും. ദാറ്റ് മീൻസ് x = 0 ഓർ x = 1. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഇത് നമുക്കൊരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. പിന്നെ ഇവിടെ നോക്കാം, നമുക്ക് c എന്ന് പറയുന്നത് >1 ആണ്. അപ്പോൾ ഈ സീക്വൻസിലെ ഓരോ എലമെൻസും എന്തായിരിക്കും? >1 ആയിരിക്കും. xn എന്ന് പറയുന്നത് എപ്പോഴും >1 ആയിരിക്കും. നമുക്ക് ആ സീക്വൻസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ലോട്ടാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. സിക്ക് ഒരു കോൺസ്റ്റൻറ്റ് 2 എടുത്തു നോക്കി. ഇപ്പോൾ 2^1/2, 2^1/3, 2^1/4 ഈ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നുണ്ടാവുക? 1ലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് സീക്വൻസ് c⁻1/n എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. നെക്സ്റ്റ് ഒരു തിയറം നോക്കാം കേട്ടോ. ലെറ്റ് x = sequence xn be a sequence of real numbers, then the following are equivalent. First the statement, the sequence x = sequence xn does not converge to x element of R. There exists an epsilon >0 such that for any k belongs to n, there exists an k belongs to n such that xk > k and modulus of xnk minus x > epsilon naught. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, there exists an epsilon naught >0 and subsequence of x such that modulus of xnk minus x > epsilon naught for all k belongs to n. തിയറം എന്താ പറയുന്നത്? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇത് കുറച്ച് 3 കണ്ടീഷൻസ് ഇക്വാലന്റ് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? x = x എന്ന് പറഞ്ഞ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ there exists an epsilon naught such that modulus of xnk minus x > epsilon for xk > k. ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള എല്ലാ എലമെൻസും എക്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്സിലോണേക്കാട്ടും വലുതായിരിക്കും. എങ്ങനെ? ആ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് സ്മോൾ ലെറ്റർ എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോലെ തന്നെ അപ്പോൾ അതിൻ്റെ സബ് സീക്വൻസും എന്ത് ചെയ്യില്ല? എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല. ഇതാണ് നമ്മളുടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ നമുക്ക് 1 implies 2 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്താ? എക്സ് xnലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ there exists a point epsilon naught such that modulus of xnk minus x such that xk > k എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ട് നോക്കാം. x = xn എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് does not converges to x. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? there exists an epsilon naught >0 such that modulus of xn minus
x0 ലെസ് ദാൻ കൺവേർജ് ചെയ്യുന്നില്ല എന്നല്ലേ പറയണേ. അപ്പോൾ നമുക്ക് there exists an epsilon naught greater than 0 such that corresponding to each epsilon naught greater than 0 there exists no natural number k such that modulus of xn minus ഇപ്പോൾ x0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് വയ്ക്കേ. അപ്പോൾ xn മൈനസ് x0 ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു k നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. That is for each k belongs to k or k belongs to n, it is not true that for all n greater than or equal to k modulus of xn minus x0 less than epsilon naught എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇനിക്വാളിറ്റി ഹോൾഡ് ചെയ്യില്ല. നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? In other words we can say that for each k belongs to n there exists a natural number nk greater than or equal to k such that modulus of xnk minus x0 greater than or equal to epsilon naught. ഇപ്പോൾ എക്സിലോട്ടാണ് കൺവേർജ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഴുതുമ്പോൾ എക്സ് എന്ന് എഴുതിയാൽ മതി. x0 എന്നാണ് എഴുതണതെന്ന് വെച്ച് കഴിഞ്ഞാൽ x0 എന്ന് എഴുതാം കേട്ടോ. അതായത് നമുക്കിവിടെ എന്താ കിട്ടിയ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിട്ട് വരുന്ന ഒരു കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതായത് എക്സും എക്സനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ നോട്ട് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ്, ഇന്ന സ്റ്റേജ് തൊട്ടിട്ടാണല്ലോ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് കിട്ടില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താ? ആ പെർട്ടിക്കുലർ സ്റ്റേജ് തൊട്ടിട്ട്, അതായത് ഇവിടെ x1 x2 xk ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റേജ് മുതൽ എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയി കഴിഞ്ഞാലാണ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്നാ? ഇതും ഇവിടെ തൊട്ട് അങ്ങോട്ടുള്ള എലമെൻസും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ഓൺ ആയിട്ട് ഒരു കെ നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതായത് അതിനർത്ഥം എന്താണ്? ഇത് കഴിഞ്ഞിട്ടുള്ള ഈ കേത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള എലമെൻസിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അതെന്താവാത്തത്? കൺവേർജ് ചെയ്യാത്തത്, എക്സിലോട്ട് കൺവേർജ് ചെയ്യാത്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് 2 implies 3 നോക്കാം കേട്ടോ. 2 നമ്മൾക്ക് എന്താ പറയുന്നത്? there exists an epsilon naught greater than 0 such that for any k belongs to n there exists n k element of n such that xk greater than or equal to k and modulus of xnk minus x greater than or equal to epsilon naught എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ. നമുക്ക് ഇവിടെ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. n1 belongs to n ആണെങ്കിൽ such that n1 greater than or equal to ഇതിൽ വെച്ചിട്ട് നമുക്ക് kക്ക് 1 കൊടുക്കാം. അപ്പോൾ n1 belongs to n such that n1 greater than or equal to 1 and modulus of xn1 minus x greater than or equal to epsilon naught വരും. ഇനി n2 element of n such that n2 greater than or equal to such that xn1 greater than or equal to n1 and modulus of xn1 minus x greater than or equal to epsilon naught വരും. ഇനി corresponding to every epsilon naught greater than 0 there exists n2 belongs to n such that xn2 greater than or equal to n2 and modulus of xn2 minus x greater than or equal to x0. ഇതുപോലെ തന്നെ n3 element of n such that xn3 greater than or equal to n3 and modulus of
xn3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സബ്സീക്വൻസ് കിട്ടും. അതായത് എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ, അത് മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടും പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 there exists a subsequence x dash sequence xnk such that modulus of xnk minus x greater than or equal to epsilon for all k belongs to n. അപ്പോൾ നമ്മൾ 2 implies 3 എന്നുള്ളതും പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് 3 implies 1 നോക്കാം. 1 implies 2 നോക്കി, 2 implies 3 നോക്കി, ഇനി 3 implies 1 എന്നുള്ളത് നോക്കാം കേട്ടോ. അതായത് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് ആണ് എക്സ് ഡാഷ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ കെ എന്ന് പറയുന്നത്. അത് ഈ തേർഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് സബ് സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ മെയിൻ സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നേരെ തിരിച്ചെടുക്കാം. സപ്പോസ് x converges to x. ഓക്കെ, അങ്ങനെയാണ് എക്സ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സബ് സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. ഇതിൻ്റെ സബ് സീക്വൻസ് ആണല്ലോ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മുടെ സപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ അസംഷൻ എന്താ? എക്സ് എൻ കെ എന്ന് പറഞ്ഞിട്ടുള്ള സബ് സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. Therefore, our assumption is wrong. So, we have S does not converges to X. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സും പ്രൂവ് ചെയ്തു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഈ തിയറം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഏതൊരു എപ്സിലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാലും കേത്ത് സ്റ്റേജ് മുതലുള്ള എല്ലാ എലമെൻസും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സബ് സീക്വൻസും എന്ത് ചെയ്യില്ല? എക്സിലോട്ട് കൺവേർജ് ചെയ്യില്ല.